മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു തോരൻ വെച്ചാലോ? തോരൻ എന്താണെന്ന് അറിയണ്ടേ? ഇതുവരെ നമ്മൾ അതിൻ്റെ കായ ഉപയോഗിച്ചുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ഇലയും കൂടെ ഒന്ന് വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഇമ്മാനുവേൽ കിച്ചൺ, കേരളം ബൈ ശോശാമ്മ. ആദ്യം അതിൻ്റെ ഇല അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതിന് വേണ്ട സാധനങ്ങൾ: ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾ, തേങ്ങ. ഇല അരിഞ്ഞെടുത്ത് ഞാൻ അതെല്ലാം കൂടെ നമുക്കിട്ട് യോജിപ്പിക്കാം. കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ യോജിപ്പിക്കുക. എന്നിട്ട് നമുക്കത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല സൂപ്പർ ഒരു തോരൻ. വേറെ ആരും വെച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഞാൻ ആരും കണ്ടില്ല ആരും വെക്കുന്നത്. ഞങ്ങളെന്നും വെക്കലുണ്ട്, എന്നുമല്ല, ഓരോ തോരനും മാറ്റി മാറ്റി വെക്കും. പിന്നെ കായില്ലാത്തപ്പോൾ ഇല കുറച്ചും തോരൻ വെക്കും. നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്താണെന്ന് അറിയണ്ടേ? കണ്ടോ, ഗോവലിൻ്റെ ഇല തോരൻ വെച്ച്. കണ്ടോ, ഗോവലിൻ്റെ ഇല കണ്ടോ? നമുക്കത് അരിഞ്ഞ് തോരൻ വെക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ഇമ്മാനുവേൽ കിച്ചൺ. അതിൻ്റെ ഇലയും നമുക്ക് കിളുന്ന് തണ്ടും കൂടെ അരിഞ്ഞ് തോരൻ വെക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഗോവലിൻ്റെ ഇലയും കിളുന്ന് തണ്ടും കൂടെ അരിഞ്ഞ് തോരൻ വെച്ചതാണ്. തോരൻ വെച്ചാലേ തോരൻ വെക്കുവാണ് കേട്ടോ. എല്ലാവരും ചെയ്തു നോക്കണം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. എൻ്റെ ചാനൽ മറക്കണ്ട, ഇമ്മാനുവേൽ കിച്ചൺ. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് നോക്കാം. ഗോവലിൻ്റെ ഇല തോരൻ വെച്ചത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എന്ത് രുചിയാ! എന്താരും പറയില്ല ഗോവലിൻ്റെ ഇലയാന്ന്, അത്രയ്ക്കും രുചിയാണ്. പയറിൻ്റെ ഇലയ്ക്കാണെങ്കിൽ അതൊരു ചെറിയ കയ്പ്പ്, ഒരു ഊറ കയ്പ്പ് ഉണ്ടാവും. അതൊന്നുമില്ല കേട്ടോ. എല്ലാവരും വെച്ച് നോക്കണേ. കണ്ടോ, ഇമ്മാനുവേൽ കിച്ചൺ, ഗോവലിൻ്റെ ഇല തോരൻ വെച്ചത് കണ്ടോ? അതിൻ്റെ ഇല കണ്ടോ? കണ്ടില്ലെന്ന് പറയേണ്ട ആരും. ഗോവലിൻ്റെ ഇല ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേ. ആദ്യം നമ്മൾ പറിക്കുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ചിലപ്പം ചിലന്തിയോ പുഴോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അതൊക്കെ നോക്കി പറിച്ചെടുത്തുകൊണ്ട് വന്ന് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് തേങ്ങയും വെളുത്തുള്ളി പച്ചമുളകും മഞ്ഞളും എല്ലാം കൂടെ ചേർത്ത് ഇളക്കി കടുക് വറുത്തിട്ട് അതിലേക്കിട്ട് തോരൻ വെക്കുക. ഇമ്മാനുവേൽ കിച്ചൻ്റെ ഗോവലിൻ്റെ ഇലയും കിളുന്ന് തണ്ടും കൂടെ തോരൻ വെച്ചത്.